കയറിക്കിടക്കാൻ വീടില്ലാതെ നടുറോഡിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥയിലാണ് വണ്ടിപ്പെരിയാർ 63 മൈൽ സ്വദേശിയായ PT ജയനും കുടുംബവും. ഇരു കാലുകളും നഷ്ടമായ ജയനും ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ചിട്ടുള്ള ഭാര്യ മിനിയും സുമനസുകളുടെ സഹായത്താലാണ് ജീവിതം തള്ളി നീക്കുന്നത്. ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിലുള്ളത്. കുമളിയിൽ ഹോട്ടലിലെ പ്രധാന കുക്കായി ജോലി ചെയ്തു വന്നിരുന്ന ജയന് 2022 66 മൈലിന് സമീപം വെച്ച് ഉണ്ടായ വാഹന അപകടത്തെ തുടർന്ന് ഒരു കാല് നഷ്ടപ്പെടുന്നത്. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നതിനാൽ തന്നെ കാല് നഷ്ടപ്പെട്ടതോടുകൂടി വാടക കൊടുക്കാൻ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. തുടർന്ന് നടു റോഡിലേക്ക് ഇറങ്ങുക എന്നല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജയനും ഭാര്യ മിനിയും 63 മൈൽ റോഡരികിൽ പെട്ടിക്കട വാടകയ്ക്ക് എടുക്കുകയും ഉപജീവനം നടത്തി വരികയുമായിരുന്നു. 2 മാസം മുൻപ് മറ്റൊരു കാലിനും കൂടി പരിക്കേൽക്കുകയും ആ കാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ ആശുപത്രി ചെലവും ഉപജീവന മാർഗവും ഒന്നിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവർ. തൊട്ടടുത്ത താമസക്കാരായിട്ടുള്ള ആളുകളും തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിനാലാണ് ഇതുവരെ കഴിഞ്ഞുപോയിരുന്നത്. ഗ്യാസ് കിട്ടാതെ വന്നതോടെ പെട്ടിക്കടയും നടത്താൻ കഴിയാതെ വന്നു. ഇതേസമയം ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ തയ്യാറാക്കുന്നതാകട്ടെ കല്ലിൽ കൂട്ടിയ വിറകടുപ്പിൽ. 2 മക്കളുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും സുമനസുകൾ സഹായിക്കണമെന്നും PT ജയനും ഭാര്യ മിനിയും പറയുന്നു. കടയായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. അതിനിടയ്ക്കാണ് ഈ കാല് ഇങ്ങനെ ആയത്. ചില നാളും നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ സഹായിച്ചാണ് ഈ വരെ എത്തിയത്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്താ ഒരു വഴിയും കാണുന്നില്ല. കാട് മുറിച്ച് കളഞ്ഞു. കാലിന്റെ പിന്നെ ഇവിടെ ഉള്ള ഡോക്ടർമാരെല്ലാം കാണിച്ചു, ഇവിടെ ഉള്ള ആശുപത്രി എല്ലാം കാണിച്ചു. എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ കാലിൽ നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലായി. അതിന് ചെറിയ കയാലിന്റെ സൈഡൊന്ന് പൊട്ടിക്കഴിഞ്ഞ് പഴുത്തിട്ട് മണത്തിട്ട് എനിക്ക് പരക്കാത്ത നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ് വെളുപ്പിനെ കാഞ്ഞിരപ്പള്ളി കുന്നേൽ ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു കിഡ്നീന്റെ അടുത്ത് വരെ പഴുപ്പെത്തി എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞു കോട്ടയം കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ചൊവ്വാഴ്ച കുന്നേൽ ആശുപത്രിയിൽ പോയത്. അപ്പൊ പറഞ്ഞു ചൊവ്വാഴ്ച ബുധനാഴ്ച പോകാവളെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഉണ്ടാവോളെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ബുധനാഴ്ച നിൽക്കാനുള്ള ഇതില്ലായിരുന്നു. ചൊവ്വാഴ്ച വെളുപ്പിന് 5 മണിക്കത്തെ ബസ്സിന് പോയി. 4 മണി വരെ നിന്നു. 4 മണിയായപ്പോ പറഞ്ഞു അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു. 6 മണിയായപ്പോ പറഞ്ഞു വെളുപ്പിന് 5 മണിക്ക് ഓപ്പറേഷത്തിന് തയ്യാറായിക്കോളാൻ പറഞ്ഞു. ഒരു പൈസ കൊണ്ടല്ല പോയത്. അവിടെയുള്ള ആൾക്കാരെല്ലാരും കൂടി സഹായിച്ച് എനിക്കെല്ലാം സാധനം മേടിച്ചു തന്നു. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഹാർട്ട് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് മിനി. ഭർത്താവിന്റെ കാര്യങ്ങൾക്കായി തന്നെ വലിയ തുകയാണ് ഒരു മാസ കാലയളവിൽ ചെലവാക്കുന്നത്. ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലോ സഹായം എത്തിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.